ഗൈസ്, ഞാൻ കുറേ ആയിട്ട് ഒരു വ്ളോഗൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഈ വ്ളോഗ് ചെയ്യാനുള്ള പകുതി വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല എന്നതാണ് സത്യം. എന്നാലും ഞാൻ എടുത്ത വീഡിയോ വെച്ചൊരു വ്ളോഗ് തട്ടിക്കൂട്ടാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളൊരു അരങ്ങേറ്റത്തിന് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ ഗുരുവായൂർ. അപ്പോൾ ഗുരുവായൂർ വന്നു പറഞ്ഞാൽ ഞങ്ങൾ ഫുഡ് അടിക്കാനാണ് ആദ്യം കയറിയത് ഗൈസ്. ഞാനും തേജശ്രീയും വീണയും അർച്ചനയും കൂടിയിട്ടാണ് ഫുഡ് കഴിക്കാനിരുന്നത്. എൻ്റെ മോനും ഉണ്ടായിരുന്നു കേട്ടോ സൈഡിൽ. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഫുഡ് കഴിച്ചിട്ട് വേണം മേക്കപ്പ് ചെയ്യുന്ന സ്ഥലത്ത് എത്താൻ. നേരത്തെ എത്താൻ പറഞ്ഞാൽ ഞങ്ങൾ ബസ് പിടിച്ച് വന്നതുകൊണ്ട് കുറച്ച് വൈകിപ്പോയി. അപ്പോൾ കുറച്ച് മേക്കപ്പ് ചെയ്യണ വീഡിയോസ് ആഡ് ചെയ്യാം കേട്ടോ. അഭിലാഷേട്ടനാണ് നമ്മുടെ മേക്കപ്പിന് വന്നിട്ടുണ്ടായിരുന്നത്. 12 പിള്ളേരും 4 ചേച്ചിമാരും ഉണ്ടായിരുന്നു. മൊത്തത്തിൽ 16 പേരെ പ്രാവശ്യം അരങ്ങേറ്റത്തിന് ഉണ്ടായിരുന്നു കേട്ടോ. വീണയാണ് കേട്ടോ എല്ലാവർക്കും അൾട്ടൊക്കെ ഇട്ട് കൊടുത്തത്. അപ്പോൾ അവളുടെ കയ്യിലായി എന്നും പറഞ്ഞിട്ട് അവൾ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഡോക്ടർ ശ്രീപ്രിയ ചേച്ചി ഒറ്റയ്ക്കാണ് കേട്ടോ ഭരതനാട്യം അരങ്ങേറ്റം കയറിയത്. അത് വലിയൊരു ഭാഗ്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. പിള്ളേരുടെയൊക്കെ ഒരുവിധം മേക്കപ്പ് കഴിഞ്ഞു തുടങ്ങിയപ്പോൾ ഞങ്ങൾ അവരെന്നെ മോതിരിട്ടാളാനും അതുപോലെ തന്നെ വളയൊക്കെ ഇട്ടോളാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ മുടി കെട്ടാനും മേക്കപ്പ് ചെയ്യാനും ഒക്കെ കുട്ടികൾ ബാക്കിയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഞാൻ അൾട്ടിടുന്നത് പെട്ടിട്ടേ ഇല്ല എന്നാണ് കേട്ടോ. പക്ഷേ ഞാൻ അൾട്ടിടുന്നത് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. ആ അൾട്ടിട്ടുകൊണ്ടിരിക്കുന്നത് അത് ഞാൻ തന്നെയാണ്. മേക്കപ്പൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നല്ല സുന്ദരി കുട്ടികളായിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ നല്ല ചന്തണ്ടായിരുന്നു കാണാൻ. ഞങ്ങൾ രാത്രി സമയം തേടി 12:58 ഗൈസ് ഞങ്ങൾ മാമുണ്ടാൻ പോവാണ്. മാമു പോയിട്ടൊരു മിഠായി കഷ്ണം പോലും കിട്ടുമോ അറിയില്ല. അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞ് എല്ലാം സെറ്റ് ചെയ്ത് വന്നപ്പോഴേക്കും 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ അവരെടുത്ത വീഡിയോ ആണത്. ഇതെൻ്റെ മകൻ എൻ്റെ കൈയും വിട്ട് എങ്ങോട്ടോ പായുകയാണ് ഗൈസ്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെയാണ് ഞങ്ങൾ പോയത്.